വെൽക്കം ബാക്ക് ടു സലം ലേണിംഗ് അനറ്റമീസ് ആണ്. സോ മക്കളെ, നമ്മുടെ ക്രിസ്മസ് എക്സാം ടൈം ടേബിൾ വന്നിട്ടുണ്ട്. നമ്മുടെ ബേസിക് സയൻസിന്റെ എക്സാം ഒക്കെ എന്നാന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ബേസിക് സയൻസിന്റെ സീഡ് ഓഫ് ലൈഫ്, അതായത് ജീവനുള്ള വിത്തുകൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് റിവിഷൻ ആണ് കേട്ടോ. അതായത് നമ്മൾ ഇത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈ ഒരു യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനായിട്ട് പോവുകയാണ്. സോ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു യൂണിറ്റിൽ നിന്ന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോണ്ടാ, വിത്ത് മുളയ്ക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ് അല്ലെ? നമ്മളൊരു വിത്ത് മണ്ണിൽ കുഴിച്ചിട്ടാൽ അല്ലെങ്കിൽ വിത്ത് മുളപ്പിക്കണമെങ്കിൽ നമുക്ക് എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ്? അത് നമുക്ക് ചോദ്യം വളരെ സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച പല ഉത്തരങ്ങളും തെറ്റാണ് എന്ന് നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റ്സ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി. ഏതൊക്കെയായിരുന്നു മക്കളെ ആ ഒരു പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത്? ആദ്യം നമ്മൾ എന്ത് ചെയ്തു, വിത്ത് മുളയ്ക്കാൻ മണ്ണ് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്തു? നമ്മൾ മണ്ണ് യൂസ് ചെയ്തില്ല. അതാണ് നമ്മൾ ചെയ്തത്. അതായത് നമ്മൾ ഇതുപോലെ ഒരു ട്രാൻസ്പാരന്റ് ഗ്ലാസ് എടുത്തു, എന്നിട്ട് അതില് നമ്മൾ മണ്ണിന് പകരം നനഞ്ഞ കോട്ടൺ യൂസ് ചെയ്തു. എന്നിട്ട് നമ്മൾ സാധാരണ പോലെ വിത്ത് അതിനകത്ത് വെച്ചു. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ ഒരു വിത്ത് മുളച്ചു വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റി. അതിന്റെ അർത്ഥം എന്താണ്? വിത്ത് മുളയ്ക്കണമെങ്കിൽ മണ്ണ് ആവശ്യമില്ല, നനഞ്ഞ കോട്ടൺ ആണെങ്കിലും വിത്ത് മുളയ്ക്കാം എന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ അടുത്ത ഒരു ഡൗട്ട്, വിത്ത് മുളയ്ക്കാൻ വെള്ളം വേണോ വേണ്ടയോ എന്നായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അടുത്തൊരു എക്സ്പെരിമെന്റ് നമ്മൾ സെറ്റ് ചെയ്തു. അതിനുവേണ്ടി നമ്മൾ ഇതുപോലെ തന്നെ ഒരു ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് എടുത്തു. എന്നിട്ട് നമ്മൾ അവിടെ വെള്ളം യൂസ് ചെയ്തിട്ടേയില്ല, അതായത് ഡ്രൈ ആയിട്ടുള്ള ഒരു സോയിൽ നമ്മൾ എടുത്തു. അതിനകത്തേക്ക് ഇതുപോലെ നമ്മൾ വിത്ത് നട്ടു. എന്നിട്ട് കുറച്ച് ദിവസം നോക്കി നിന്നു. വിത്ത് മുളച്ച മക്കളെ ഇല്ല. അപ്പൊ അതിന് നമുക്ക് മനസ്സിലായി, അവിടെ വെള്ളമില്ലാത്തത് കൊണ്ടാണ് വിത്ത് മുളയ്ക്കാത്തത്. സോ വിത്ത് മുളയ്ക്കുന്നതിന് വെള്ളം ആവശ്യമാണ് എന്ന് നമുക്ക് ഈ ഒരു പരീക്ഷണത്തിൽ നിന്ന് മനസ്സിലായി. ഇനി അടുത്തൊരു ഡൗട്ട്, വിത്ത് മുളയ്ക്കുന്നതിന് സൂര്യപ്രകാശം വേണോ വേണ്ടിയോ എന്നായിരുന്നു. അതിനുവേണ്ടി നമ്മൾ അടുത്ത എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തു. അതിന് നമ്മൾ എന്ത് ചെയ്തു? സൂര്യപ്രകാശം കടക്കാത്ത ഒരു സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതായത് ഇത്രയും നേരം നമ്മൾ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ആണെങ്കിൽ ഇപ്പൊ നമ്മൾ വെളിച്ചം ഒട്ടും അകത്ത് കടക്കാത്ത രീതിയിൽ നമ്മളൊരു സ്റ്റീലിന്റെ ഗ്ലാസ് നമ്മൾ യൂസ് ചെയ്തു. അതിൻ്റെ ഉള്ളിൽ നമ്മൾ മണ്ണ് വെച്ചു, അതിൻ്റെ ഉള്ളിൽ നമ്മൾ സീഡ് വെച്ചു, വെള്ളം വെച്ചു. പക്ഷേ അതിനുള്ളിൽ സൂര്യപ്രകാശം ഒട്ടും കയറാതിരിക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു കറുത്ത കാർഡ്ബോർഡ് കൊണ്ട് കവർ ചെയ്തു. എന്നിട്ട് നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ നമുക്ക് അവിടെ വിത്ത് മുളച്ചതായിട്ട് കാണാനായിട്ട് പറ്റി. അതിന്റെ അർത്ഥം എന്താണ്? സൂര്യപ്രകാശം ഇല്ലെങ്കിലും ഇവിടെ വിത്ത് മുളച്ചു. സോ ഈ 3 എക്സ്പെരിമെന്റ് ചെയ്ത് വിത്ത് മുളയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്തെല്ലാം ഉത്തരങ്ങൾ പറയാനായിട്ട് പറ്റും? മണ്ണ് വേണ്ട, അതുപോലെ തന്നെ വെള്ളം വേണം, അതുപോലെ തന്നെ സൂര്യപ്രകാശം വേണ്ട. ഇനി ഇത് മാത്രമല്ല അല്ലെ, ഈ ജലം മാത്രം മതിയോ വെള്ളം, അല്ലെങ്കിൽ ജലം മാത്രം മതിയോ അല്ലെങ്കിൽ വെള്ളം മാത്രം മതിയോ വിത്ത് മുളയ്ക്കുന്നതിന്? പോരാ, അതിന്റെ കൂടെ നമുക്ക് എയറും അനുകൂലമായ താപനിലയും വേണം. അപ്പൊ ഇത്രയും ഒരു എക്സ്പെരിമെന്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് കൺക്ലൂഷനിലേക്കാണ് എത്തിയത്? ഒരു വിത്ത് മുളയ്ക്കുന്നതിന് ജലം ആവശ്യമാണ്, പക്ഷെ മണ്ണ്, സൂര്യപ്രകാശം എന്നീ ഘടകങ്ങൾ ആവശ്യമില്ല. ജലത്തിന് പുറമെ വായു, അനുയോജ്യമായ താപനില എന്നിവയും ആവശ്യമാണ്. അപ്പൊ ചുരുക്കി പറയുവാണെങ്കിൽ ഒരു വിത്ത് മുളപ്പിക്കണമെങ്കിൽ നിർബന്ധമായും വേണ്ട 3 കാര്യങ്ങളിൽ ഒന്നാണ് ജലം, 2 വായു, 3 ഫേവറബിൾ ടെമ്പറേച്ചർ അല്ലെങ്കിൽ അനുയോജ്യമായ താപനില. അതേസമയം സോയില്, സൺലൈറ്റ് ഇതൊന്നും വിത്ത് മുളയ്ക്കാൻ ആവശ്യമില്ല. പക്ഷെ വിത്ത് മുളച്ചതിന് ശേഷം പിന്നീട് അങ്ങോട്ട് വളരണമെങ്കിൽ ഈ പറയുന്ന മണ്ണും ഈ പറയുന്ന സൂര്യപ്രകാശവും ഒക്കെ ആവശ്യമാണ് എന്ന കാര്യം മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ വിത്ത് മുളപ്പിച്ചു. ഇനി വിത്ത് മുളയ്ക്കുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് എന്നാണ് അടുത്തതായിട്ട് നമ്മൾ പഠിച്ചത്. അപ്പൊ അതിന് നമ്മൾ ഒരു മണ്ണില് ഒരു വിത്ത് കുഴിച്ചിട്ടു എന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് ഇമാജിൻ ചെയ്യുക. അപ്പൊ ആ വിത്തിനുണ്ടാവുന്ന മാറ്റങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു പയറിന്റെ വിത്ത് നമ്മൾ കുഴിച്ചിട്ടു. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ആ ഒരു പയറിന്റെ വിത്തിന്റെ പുറത്തെ തോടൊക്കെ ഒന്ന് പൊട്ടി അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയ ഭാഗം മണ്ണിന്റെ അടിയിലോട്ട് വളരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഈ ഭാഗത്ത് നിന്ന് ചെറിയ കുഞ്ഞു കുഞ്ഞു വേരുകളൊക്കെ ഉണ്ടാവുന്നതായിട്ട് കാണാൻ പറ്റും. സോ ഈ ഒരു ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കൽ എന്ന് പറയുന്നത്. ഈ റാഡിക്കൽ പിന്നീട് വേരായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ ഒരു വിത്തിൽ നിന്നും മണ്ണിന്റെ മുകളിലേക്ക് വളരുന്ന മറ്റൊരു ഭാഗവും മക്കൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. കണ്ടോ, ഇത് കണ്ടോ, ഇതെല്ലാം എന്താണ്? റാഡിക്കൽ ആണ് അല്ലെ. അതിനുശേഷം അതിന്റെ മുകൾ ഭാഗത്തോട്ട്
ഇങ്ങനെ മുകൾ ഭാഗത്തോട്ട് വളരുന്ന വേറൊരു ഭാഗം നമുക്ക് കാണാനായിട്ട് പറ്റി. അതാണ് പിന്നീട് സ്റ്റെം അല്ലെങ്കിൽ തണ്ടായിട്ടൊക്കെ മാറുന്നത്. സോ ആ ഒരു ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബീജശീർഷം അല്ലെങ്കിൽ പ്ലൂമ്യൂൾ എന്ന് പറയുന്നത്. ഇനി ഈ ബീജമൂലത്തിനും ബീജശീർഷത്തിനും അല്ലെങ്കിൽ വേരായിട്ട് മാറുമ്പോഴും തണ്ടായിട്ട് മാറുമ്പോഴും ഒക്കെ അവർക്ക് വളരണമെങ്കിൽ അവർക്ക് എന്ത് വേണം? ആഹാരം വേണം. ഇപ്പൊ ഒരു നല്ല ചെടിയുടെ കേസിൽ പറയുവാണെങ്കിൽ അവർക്ക് ഇലയുണ്ടാവും. ഇലകളിൽ പ്രകാശ സംശ്ലേഷണം നടത്തിയിട്ടാണ് അവ എന്തുണ്ടാക്കുന്നത്? ഫുഡ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇലകളൊക്കെ ഉണ്ടാവുന്നത് വരെ അവർക്ക് വേണ്ട ഫുഡ് എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്? ആ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗമാണ് ഈ ഒരു കട്ടിയുള്ള ഇല പോലെ നമുക്ക് കാണാനായിട്ട് പറ്റുന്ന ബീജപത്രം അല്ലെങ്കിൽ കോട്ടിലിഡൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഒരു വിത്ത് മുളയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം. എല്ലാ വിത്തുകൾക്കും ഒരു കോട്ടിലിഡൻ മാത്രമൊന്നും അല്ല. ചിലർക്ക് 2 കോട്ടിലിഡൻ ഉണ്ടാവും. അപ്പൊ ഒരു കോട്ടിലിഡൻ മാത്രമുള്ള ചെടികളുടെയൊക്കെ ആഹാരം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെയാണെന്ന് അറിയാവോ? ആ ഒരു കോട്ടിലിഡനോട് ചേർന്നുള്ള എൻഡോസ്പേം അല്ലെങ്കിൽ ബീജാന്നം എന്ന് പറയുന്ന ഭാഗത്താണ്. അതായത് നിങ്ങൾ ഇവിടെ ചോളം കാണുന്നുണ്ട്. ചോളത്തിന് ഒരു കോട്ടിലിഡൻ ആണ്. ഇതാണ്ട് നമ്മുടെ ബീജപത്രം കോട്ടിലിഡൻ. അതിനോട് ചേർന്ന ബീജാന്നം എന്ന് പറയുന്ന ഭാഗമുണ്ട്. അവിടെയാണ് ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ 2 കോട്ടിലിഡൻ ഉള്ള പയറ് പോലുള്ള ചെടികളിൽ ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് അവരുടെ കോട്ടിലിഡനിൽ തന്നെയാണ്. മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ വിത്ത് മുളയ്ക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ വേണം, വിത്ത് മുളയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെ എന്നൊക്കെ നമ്മൾ നോക്കി. ഇനി എന്റെ അടുത്ത സംശയം, എല്ലാ ചെടികളും ഈ വിത്തിൽ നിന്ന് തന്നെയാണോ ഉണ്ടാവുന്നത്? അല്ല അല്ലെ. ചില ചെടികളുടെയൊക്കെ റൂട്ട് കുഴിച്ചിട്ടാൽ നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കാൻ പറ്റും. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ കറിവേപ്പില അല്ലെ, കറിവേപ്പ്. അതുപോലെ തന്നെ ചില ചെടികളുടെ ഇലകൾ കുഴിച്ചിട്ടാൽ പുതിയ ചെടി ഉണ്ടാക്കാനായിട്ട് പറ്റും. അതിന് ഉദാഹരണമാണ് നമ്മുടെ ഇലമുളച്ചി. ഓക്കെ, അതുപോലെ തന്നെ ചില ചെടികളുടെയൊക്കെ തണ്ട് കുഴിച്ചിട്ടാൽ നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കാൻ പറ്റും. റോസാ ചെടി, അതുപോലെ തന്നെ ചെമ്പരത്തിന്റെ ഒക്കെ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് നിശാഗന്ധി കാണാൻ പറ്റുന്നുണ്ട്. ഇവയും എന്താണ്? ഇലയിൽ നിന്നാണ് പുതിയ ചെടി ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതുപോലെ വിത്തിൽ നിന്നല്ലാതെ ഇലകളിൽ നിന്നും തണ്ടിൽ നിന്നും വേരിൽ നിന്നും ഒക്കെ, അതായത് സസ്യങ്ങളുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ഇതുപോലെ പുതിയ ചെടികൾ ഉണ്ടാക്കാൻ പറ്റിയാൽ അതിന് നമ്മളൊരു പേര് പറയും. ഇത് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ പഠിക്കാനില്ല എങ്കിലും നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒന്ന് ഓർത്ത് വെക്കുക, കായിക പ്രജനനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക് ആയിരുന്നു ഇതാ ഈ കാണുന്നത് പോലെ വിത്ത് വിതരണം എന്താണ് അല്ലെങ്കിൽ എന്താണ് സീഡ് ഡിസ്പേഴ്സൽ എന്ന് പറയുന്നത്. വിത്ത് വിതരണം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഒരു വിത്ത് ഒരു പ്രദേശത്ത് നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് വിതരണം ചെയ്യുന്നതിനെയാണ് നമ്മൾ വിത്ത് വിതരണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സീഡ് ഡിസ്ട്രിബ്യൂഷൻ ഫ്രം വൺ ലൊക്കേഷൻ ടു അനദർ ലൊക്കേഷൻ. മാതൃസസ്യത്തിൽ നിന്നും അവരുടെ വിത്ത് ഒരു പ്രദേശത്ത് നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് ഇങ്ങനെ വിതരണം ചെയ്യുന്നതിനെയാണ് നമ്മൾ സീഡ് ഡിസ്പേഴ്സൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിത്ത് വിതരണം എന്ന് നമ്മൾ പറയുന്നത്. ഈ വിത്ത് വിതരണം ആരൊക്കെ വഴിയാണ് സാധിക്കുന്നത്? ഇപ്പൊ നമ്മൾ വഴി വിത്ത് വിതരണം നടക്കുന്നുണ്ട് അല്ലെ, ഹ്യൂമൻസ് വഴി വിത്ത് വിതരണം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ജലം വഴി വിത്ത് വിതരണം നടക്കുന്നതിന് ഉദാഹരണങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറയുന്നുണ്ട്. ഏതാണ്? നമ്മുടെ തെങ്ങ് അല്ലെ. തേങ്ങയൊക്കെ വെള്ളത്തിൽ വീണിട്ട് അതിങ്ങനെ ഒഴുകി 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 മറ്റു പ്രദേശത്തേക്ക് എത്തി അവിടെ വെച്ചിട്ട് അത് പുതിയൊരു തെങ്ങായിട്ട് മാറി. അപ്പൊ ജലത്തിലൂടെയാണ് വിത്ത് വിതരണം നടത്തുന്നതിന് ഒരു ഉദാഹരണമാണ് നമ്മുടെ തെങ്ങ്. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ നോക്കിക്കുക, അപ്പൂപ്പന്താടി. അപ്പൂപ്പന്താടി എങ്ങനെയാണ് വിത്ത് വിതരണം നടത്തുന്നത്? വായുവിലൂടെയാണ്, പറന്നാണ്, അതായത് കാറ്റിലൂടെയാണ്. അതുപോലെ തന്നെ ഈ അസ്ത്രപുല്ല് എന്ന് പറയുന്ന ആ ഒരു ചെടി, ആ ചെടിയുടെ പ്രത്യേകത എന്താണ്? ഇത് പറമ്പിൽ ഇങ്ങനെ ധാരാളമായിട്ട് കാണുന്നതാണ്. നമ്മൾ ഈ ആനിമൽസ് ആണെങ്കിലും നമ്മൾ ഈ പശുവിനെ കെട്ടാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ തന്നെ പറമ്പിലൂടെയൊക്കെ പോകുന്ന സമയത്ത് തിരിച്ചു കയറി വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കുറേ വിത്തുകൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് കാണാൻ പറ്റില്ലേ? അപ്പൊ നമ്മളത് എന്ത് ചെയ്യും? ആ സ്പോട്ടിൽ തന്നെ എടുത്ത് കളയുക ചെയ്യുന്നത്. അപ്പൊ അതെവിടെയാണോ വീഴുന്നത് അവിടെ വെച്ച് പുതിയ ചെടി ഉണ്ടായിട്ട് വരും. അപ്പൊ ഈ അസ്ത്രപുല്ലൊക്കെ എങ്ങനെയാണ് വിത്ത് വിതരണം നടത്തുന്നത്? ആനിമൽസിലൂടെയാണ്. അതുപോലെ തന്നെ റബ്ബർ എങ്ങനെയാണ് വിത്ത് വിതരണം നടത്തുന്നത്? ബൈ ബേസ്റ്റിംഗ്, പൊട്ടിത്തെറിച്ചാണ്. പിന്നെ ബേർഡ്സും വിത്ത് വിതരണം നടത്തുന്നുണ്ട്. നല്ല ഫ്ലഷി ആയിട്ടുള്ള, നല്ല സ്മെല്ലുള്ള, നല്ല കളർഫുൾ ആയിട്ടുള്ള ചെടികളുടെ ഒക്കെ പഴങ്ങള് അല്ലെ. പഴങ്ങൾ ആര് കഴിക്കും? യെസ്, ഈ പറയുന്ന പക്ഷികൾ കഴിക്കും. അതിന്റെ വിത്ത് അവരുടെ വയറ്റിൽ പോകും. പിന്നെ അവരെവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ അവര് കാഷ്ടിക്കുമ്പോൾ ആ കാഷ്ടത്തിനുള്ളിൽ ആ വിത്ത് ഉണ്ടാവും. ആ വിത്ത് അവിടെ നിന്നും മുളയ്ക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എന്താണ്? വിത്ത് വിതരണത്തിനുള്ള വിവിധ മാർഗങ്ങൾ ഏതൊക്കെയാണ്? കാറ്റ് വഴിയുണ്ട്, ത്രൂ വാട്ടർ, ബൈ ബേർഡ്സ് ആൻഡ് ആനിമൽസ്, ജന്തുക്കൾ വഴിയുണ്ട്, ബൈ ബേസ്റ്റിംഗ്, പൊട്ടിത്തെറിച്ച്. ഇനി ഇതിനൊക്കെയുള്ള അനുകൂലനങ്ങൾ കൂടി മക്കളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. അതായത് എന്തുകൊണ്ടാണ് ഈ വിത്ത് വെള്ളത്തിലൂടെ വിത്ത് വിതരണം നടത്തുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ വിത്തുകൾ കാറ്റിലൂടെ വിത്ത് വിതരണം നടത്തുന്നത്, എന്തുകൊണ്ടാണ് അവ പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം നടത്തുന്നത്, അങ്ങനെയുള്ള ആ വിത്തുകളുടെ സവിശേഷതകൾ അല്ലെങ്കിൽ ആ വിത്തുകളുടെ അഡാപ്റ്റേഷൻസ് മക്കളൊന്ന് നോട്ട് ചെയ്യുക. അതായത് ഇപ്പം
കാറ്റിലൂടെ ആണെങ്കിൽ അവർക്ക് എന്താണ് ലൈറ്റ് വെയിറ്റ് ആയിരിക്കില്ല, അവർക്ക് ഭാരം കുറവായിരിക്കും. അതുപോലെ തന്നെ ഹെയറി പാർട്സ് അവർക്കുണ്ടാവും. അതുപോലെ തന്നെ വെള്ളത്തിലൂടെ ആണെങ്കിൽ അവ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നതായിരിക്കും. കുറെ കാലം കഴിഞ്ഞാലും വെള്ളത്തിൽ അങ്ങനെ പെട്ടെന്നൊന്നും ചീഞ്ഞു പോകാത്തതായിരിക്കും. അതുപോലെ തന്നെ ആനിമൽസും ബേർഡ്സിന്റെ ഒക്കെ കേസ് പറയുവാണെങ്കിൽ അവരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ നല്ല സ്മെല്ലുള്ള നല്ല കളറുള്ള ഭാഗങ്ങളായിരിക്കും. പിന്നെ ആനിമൽസിന്റെ ശരീരത്തൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിക്കാൻ പറ്റുന്ന ആ ഒരു കൂർത്ത കൂർത്ത മുനകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പൊട്ടിത്തെറിച്ചിട്ടാണെങ്കിൽ അത് ദൂരോട്ട് പൊട്ടിത്തെറിക്കാനുള്ള ഒരു കഴിവുള്ള വിത്തുകളായിരിക്കും അവർക്കുള്ളത്. അങ്ങനെ എല്ലാ തരത്തിലുള്ള വിത്ത് വിതരണത്തിലുള്ള അഡാപ്റ്റേഷൻസ് അല്ലെങ്കിൽ അനുകൂലനങ്ങൾ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ അടുത്ത പോർഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതായത് 4ാം ക്ലാസ്സിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ച ഒരു ടോപ്പിക് ആയിരുന്നു. യെസ്, അതാണ് നമ്മുടെ ഈ ഒരു സീഡ്സ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവനുള്ള വിത്തുകൾ എന്ന് പറയുന്ന ഒരു യൂണിറ്റിലെ ബാക്കി പോർഷൻസ് എന്ന് പറയുന്നത്. അത് വളരെ സിമ്പിൾ ആണ്, നമുക്ക് വേഗം ഒന്ന് പറഞ്ഞു പോവാം അല്ലെ. അതായത് ഇവിടെ നിങ്ങൾക്ക് 2 തരത്തിലുള്ള ഇലകളും 2 തരത്തിലുള്ള വേരുകളും കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഇലകളുടെ വേരുകളുടെ പ്രത്യേകത എന്താ? നമുക്ക് ഒന്നാമത്തെ ഇല എടുക്കാം. ഒന്നാമത്തെ ഇല എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ വെയിൻസ് അല്ലെങ്കിൽ അവരുടെ സിരകളുടെ അറേഞ്ച്മെന്റ് എന്താ? മെയിൻ ആയിട്ട് ഒരു വെയിൻ ഉണ്ടാവും, അതിനോട് ചേർന്ന് കുട്ടി 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 കുഞ്ഞു കുഞ്ഞു വെയിൻസ് ഉണ്ടാവും. അപ്പൊ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു ജാലികാ സിരാവിന്യാസം അല്ലെങ്കിൽ റെറ്റിക്കുലേറ്റ് വെനേഷൻ എന്ന് പറയുന്നത്. അതേസമയം ഈ ഒരു ഇല നോക്കിക്കേ, ഇതിന്റെ ഒരു ഭാഗത്ത് നിന്നും മറ്റൊരു ഭാഗത്തേക്ക് ഇങ്ങനെ പാരലൽ ആയിട്ടുള്ള സിരാവിന്യാസമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഇതിനെയായിരുന്നു നമ്മൾ പാരലൽ വെനേഷൻ അല്ലെങ്കിൽ സമാന്തര സിരാവിന്യാസം എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ റൂട്ടിന്റെ കേസിൽ പറയുവാണെങ്കിൽ ഈ ഒരു റൂട്ട് നോക്കുവാണെങ്കിൽ മെയിൻ ആയിട്ടൊരു റൂട്ട് ഉണ്ട്, അതിനോട് ചേർന്ന് കുഞ്ഞു കുഞ്ഞു റൂട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ റെറ്റിക്കുലേറ്റ് വെനേഷനിൽ മെയിൻ ആയിട്ടൊരു വെയിൻ ഉണ്ട്, അതിനോട് ചേർന്ന് കുട്ടി കുട്ടി വെയിന് കാണാൻ പറ്റും എന്ന് പറഞ്ഞില്ലേ. അതുപോലെ റൂട്ട് മെയിൻ ആയിട്ടൊരു റൂട്ട് ഉണ്ട്, അതിനോട് ചേർന്ന് കുട്ടി കുട്ടി റൂട്ട് കാണാനായിട്ട് പറ്റും. സോ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു ടാപ്പ് റൂട്ട് സിസ്റ്റം അല്ലെങ്കിൽ തായ് വേര് പടരം. ഇനി ഇവിടുത്തെ കേസാണെങ്കിൽ ആ ഒരു തണ്ടിന്റെ അടിഭാഗത്ത് നിന്നും എല്ലാ ഭാഗത്തോട്ടും ഇങ്ങനെ ഒരേപോലെ അല്ലെങ്കിൽ എല്ലാ ഭാഗത്തോട്ടും ഇങ്ങനെ സ്പ്രെഡ് ആവുന്ന രീതിയിൽ, ഒരു മെയിൻ ആയിട്ട് ഒരാളൊന്നുമില്ല, എല്ലാ ഭാഗത്തോട്ടും സ്പ്രെഡ് ആവുന്ന രീതിയിലുള്ള വേരുപടലമാണ് ഇതായിരുന്നു ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. അപ്പൊ ഇതിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് കണക്ഷൻ മനസ്സിലാക്കാനായിട്ട് പറ്റും. റെറ്റിക്കുലേറ്റ് വെനേഷൻ ഉള്ള ഒരു ചെടിയുടെ റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ടാപ്പ് റൂട്ട് ആയിരിക്കും. പാരലൽ വെനേഷൻ ഉള്ള ഒരു ചെടിയുടെ റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആയിരിക്കും. അപ്പൊ ഇത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ റെറ്റിക്കുലേറ്റ് വെനേഷൻ എന്ന് പറയുന്നത് വലക്കണ്ണികൾ പോലുള്ള സിരാവിന്യാസം, നെറ്റ്വർക്ക് ലൈക്ക് വെനേഷൻ ആണ്. അതുപോലെ സമാന്തര സിരാവിന്യാസം എന്ന് പറഞ്ഞാൽ പാരലൽ അറേഞ്ച്മെന്റ്, സമാന്തരമായിട്ടാണ് അവിടെ സിരകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തായ്വേര് പടലം എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഒരു ലാർജ് ടാപ്പ് റൂട്ട് ഉണ്ടാവും, അതിനോട് ചേർന്ന് സ്മോളർ ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും. അതായത് മെയിൻ ആയിട്ടൊരു തായ്വേരുണ്ടാവും, അതിനോട് ചേർന്ന് കുട്ടി കുട്ടി ശാഖാവേരുണ്ടാവും. ഇനി ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരേപോലെയുള്ള ധാരാളം വേരുകൾ ചേർന്ന ഒരു ക്ലസ്റ്റർ ഓഫ് സിമിലർ റൂട്ട് എന്ന് നമ്മൾ പറയും, അതാണ്. ഇനി ഇതിന്റെ കണക്ഷനും കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആണെങ്കിൽ പാരലൽ വെനേഷൻ ആണ്, ടാപ്പ് റൂട്ട് സിസ്റ്റം ആണെങ്കിൽ റെറ്റിക്കുലേറ്റ് വെനേഷൻ ആണ്. ഈ കണക്ഷൻ ഓർത്തിരിക്കുക. ഇനി നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ വേറൊരു കാര്യം പറഞ്ഞായിരുന്നല്ലേ, നമ്മുടെ കോട്ടിലിഡന്റെ കേസിൽ പറഞ്ഞായിരുന്നു, ബീജപത്രങ്ങളുടെ കേസ് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു ചില ചെടികൾക്ക് ഒരു കോട്ടിലിടനേ ഉള്ളൂ, ചില ചെടികൾക്ക് 2 കോട്ടിലിടനുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു കോട്ടിലിടൻ മാത്രമുള്ള സസ്യങ്ങൾ ഒരു പേര് വിളിക്കും, ദാറ്റ് ഈസ് ഏക ബീജപത്ര സസ്യങ്ങൾ അല്ലെങ്കിൽ മോണോകോട്ടിലിഡൻസ് പ്ലാന്റ്സ് അല്ലെങ്കിൽ മോണോകോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഉദാഹരണങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 2 ബീജപത്രമുള്ള സസ്യങ്ങൾ എന്ത് പറയും? യെസ്, ഡൈക്കോട്ട് അല്ലെങ്കിൽ ദ്വിബീജപത്ര സസ്യങ്ങൾ ഡൈക്കോട്ടിലിഡൻസ് പ്ലാന്റ്സ് എന്ന് പറയും. എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ ജീവനുള്ള വിത്തുകൾ എന്ന് പറയുന്ന ഒരു യൂണിറ്റിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. സോ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് റീകോൾ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് ഈ ഒരു യൂണിറ്റിന്റെ ഏറ്റവും അവസാനം നമ്മുടെ അന്യം നിന്നു പോകുന്ന കുറെ ചെടികളുടെ ചിത്രങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പൊ അവരുടെ പേരുകൾ ജസ്റ്റ് ഒന്ന് എന്റെ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വിടുക കേട്ടോ. ഓക്കെ, ഇത് നിങ്ങൾ മറന്നു പോകരുത്. ഇനിയിപ്പം നമുക്കറിയാം നമ്മുടെ എക്സാം പാറ്റേൺ ഒക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം എന്താണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ഓപ്ഷൻസ് വന്നിട്ട് ആൻസർ പറയാൻ വരുന്നുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ എല്ലാ മുക്ക് മൂലം നമ്മൾ പഠിച്ചിരിക്കണം. ഇനി നിങ്ങൾക്കറിയാം നമ്മുടെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ട് ഞാനും
ആനുവൽ എക്സാമിന്റെ ടൈമാണ്. ആനുവൽ എക്സാമിനാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഫസ്റ്റ് ചാപ്റ്റർ തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പം നമുക്ക് വേണ്ടത് റിവിഷൻ ആണ്. അപ്പൊ ഇത് ഓർത്തിട്ട് അല്ലെങ്കിൽ ഇത് മുൻകൂട്ടി കണ്ടിട്ട് നമ്മുടെ സൈലം നിങ്ങൾക്കായിട്ട് സൈലം ക്ലാസ് 5ന്റെ എൻ ഗെയിം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ 999 രൂപയാണ്. നിങ്ങളെ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. ക്ലാസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സോ ഫസ്റ്റ് ക്ലാസ് മുതലേ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ലൈവ് ക്ലാസ്സിൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. സോ ഈ ഒരു അവസരം കൂടി നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയാം കേട്ടോ. അപ്പൊ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. നമുക്ക് ഇനി അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ ബൈ.